വളർന്നു വരുന്ന തലമുറ ജനറേഷൻ വഴിതെറ്റിപ്പോകുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. നാമൊക്കെയും നമ്മളൊക്കെയും സൃഷ്ടിച്ച സൃഷ്ടാവായ രാജാതിരാജനായ അല്ലാഹു, ലോകത്തിന്റെ നേതാവ് ഖാത്തിമുൻ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും ഇറക്കിക്കൊടുത്ത വഹീകളാണ് ജിബ്രീൽ മുഖേന അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഇറക്കിക്കൊടുത്തതാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ഒന്നും വിട്ടുപോയിട്ടില്ല. ഈ ലോകം അവസാനിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ ജീവിതം, ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ പിറന്നു വീണത് മുതൽ മരണക്കട്ടിലിൽ കയറുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. മാത്രമല്ല, അതിനുശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്, ഖബറെന്ന ലോകം. അതിനുശേഷമുള്ള പിന്നൊരു ലോകത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ആലമുൽ മഹ്ശർ എന്ന മഹ്ശറ ലോകത്തെക്കുറിച്ചും വിചാരണയുടെ ലോകത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ വിചാരണയിൽ അവിടെ നിന്ന് ആ വിചാരണയിൽ പാസ്സായവർ രണ്ട് ലൈനായി നിൽക്കും, നരകത്തിന്റെ ലൈനും സ്വർഗത്തിന്റെ ലൈനും. തിന്മകൾ ചെയ്തവർ നരകത്തിലേക്കും നന്മകൾ ചെയ്തവർ സ്വർഗത്തിലേക്കും. ഇതും പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ടുണ്ട്. ഇത്രയും വളരെ വ്യക്തമായി അല്ലാഹു മനുഷ്യന്, ഈ ഭൂമി ലോകത്തുള്ള മനുഷ്യന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. ആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലഖദ് ദറഅനാ ലിജഅന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്ന് സമൂഹത്തിലും മനുഷ്യ സമൂഹത്തിലും ഒരുപാട് പേരെ നരകത്തിലേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവാണ് പറയുന്നത്, ജിന്ന് വിഭാഗത്തിൽ നിന്നും മനുഷ്യ സമൂഹത്തിൽ നിന്നും ഒരുപാട് പേരെ നരകത്തിലേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ ആരാണ് എന്ന് അതിന്റെ ശേഷം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അവർ ആരാണ്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയത്തിനെ കൊണ്ട് അവർ അല്ലാഹുവിനെ ചിന്തിക്കാത്തവരാണ്. ഹൃദയം അല്ലാഹു കൊടുത്തിട്ടുണ്ട്, അല്ലാഹുവിനെ ചിന്തിക്കാത്തവരായി നടക്കുക. എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിനെ സ്തുതിക്കാത്ത ഒരു വിഭാഗം, അങ്ങനെയുള്ളൊരു വിഭാഗം, ആ വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ലഹും ഖുലൂബൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന, കാര്യമില്ല, ആ ഹൃദയത്തിനെ കൊണ്ട് കാര്യമില്ല. വലഹും അയ്യുനും, അവർക്ക് രണ്ട് കണ്ണുകളെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ആ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിഭാഗം. രണ്ട് ചെവികൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലാ യസ്മഊന ബിഹാ, അവർ ആ ചെവികളെ കൊണ്ട് നല്ലത് കേൾക്കാത്തവർ. ഈ വിഭാഗത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച വചനം, അല്ലാഹു പറഞ്ഞ വചനം പേടിപ്പെടുത്തുന്നതാണ്. ഉലൈക കൽ അന്നാം, മൃഗങ്ങളെപ്പോലെയാണ്, മൃഗങ്ങളെപ്പോലെയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, മൃഗത്തിനേക്കാൾ ബല്ലും അതല്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ്, മൃഗത്തിനേക്കാൾ അധപ്പതിച്ചവരാണ് ആ വിഭാഗമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് അശ്രദ്ധരായി ജീവിക്കുന്നവർ. വളരെ വ്യക്തമായ പാഠം ഈ ആയത്തിൽ നമ്മൾക്കുണ്ട്. നമ്മൾ ആലോചിക്കണം, ആ വിഭാഗത്തിലാണോ നമ്മൾ? നരകത്തിലേക്ക് ഒരുക്കപ്പെട്ട വിഭാഗം, ആ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ് ഹൃദയമുണ്ട്, ആ ഹൃദയത്തിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല.
ഒരു പ്രയോജനവുമില്ല. കണ്ണുകൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ കണ്ണുകൊണ്ട് അവർ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നല്ലതിനെ കാണാത്തവർ. ചെവികൾ കൊടുത്തിട്ടുണ്ട്, ആ ചെവികളെ കൊണ്ട് നല്ലത് കേൾക്കാത്തവർ. ഇങ്ങനെയുള്ള വിഭാഗം ഉലായിക കൽ അന്നാം, അവർ മൃഗങ്ങളെ പോലെയാണ്, ബല്ലും അദൽ, അതിനേക്കാൾ അധപ്പതിച്ചവരാണെന്ന് മൃഗത്തിനേക്കാൾ അധപ്പതിച്ച. അതാണ് നമ്മൾ ഇന്ന് ഈ അടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ. മൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ക്രൂരതകൾ. 20-21 വയസ്സുള്ള ചെറുപ്പക്കാര് ലഹരിക്ക് അടിമപ്പെട്ട് അഡിഷനായിക്കൊണ്ട് അവർ ചെയ്യുന്ന ക്രൂരതകൾ. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു, ഇനി സമൂഹം എന്തെല്ലാം കാണാനിരിക്കുന്നു പ്രിയപ്പെട്ടവർ. ഇത് എവിടെയോ അങ്ങ് അമേരിക്കയിലോ അങ്ങ് ദൂരെ യൂറോപ്പിലുള്ള സംഭവമല്ലേ. ഇത് ഇവിടെ നമ്മുടെ മൂക്കുന്നതായുള്ള വിഷയമാണ് പറഞ്ഞത്. നാളെ നമ്മുടെ വീട്ടിലേക്കും കയറി വരുന്ന ഒരവസ്ഥയെ, ദുരവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ കാലങ്ങൾക്ക് മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഉലായിക കൽ അന്നാം, അവർ മൃഗങ്ങളെ പോലെയാണ്, ബല്ലും അദൽ, അതിനേക്കാൾ അധപ്പതിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. മൃഗത്തിനേക്കാൾ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ക്രൂരതകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കളും യുവതികളും ഇന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും എല്ലാ ന്യൂസുകളിലും വന്ന ഒരു സംഭവം, മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്ന ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മയെ, പ്രസവിച്ച ഉമ്മയെ, ക്യാൻസർ ബാധിച്ച ഉമ്മയെ തലക്കടിച്ചു. ആ ഉമ്മ അള്ളാഹു രക്ഷപ്പെടുത്തി. ആ ഉമ്മാനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആ ഉമ്മാനെ വിശേഷിപ്പിച്ചു അള്ളാഹു. അള്ളാഹുവിന്റെ തന്ത്രം ഇവനറിയില്ല. 5 പേരെ കൊന്നു. 5 പേരെ കൊന്നു. അനുജനെ, സ്വന്തം അനുജനെ കൊന്നു. ഉപ്പാന്റെ അനുജനെ കൊന്നു. ഉപ്പാന്റെ അനുജന്റെ ഭാര്യനെ കൊന്നു. ഉപ്പാന്റെ ഉമ്മയെ കൊന്നു. എന്താണിത്? എന്താണ് പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇനി എന്താണ് കേൾക്കാൻ പോകുന്നത്? പുതിയ കാര്യങ്ങൾ. 21 വയസ്സുള്ള ചെറുപ്പക്കാരന് ഈ ക്രൂരത എവിടെ നിന്ന് വന്നു? വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ മഹല്ലടിസ്ഥാനത്തിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ കാര്യമായ ബോധവൽക്കരണം യുവാക്കളിലും യുവതികളിലും ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒന്നടങ്കം നശിച്ചു പോകുന്ന ഒരവസ്ഥ. വീടുകളിൽ മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, മക്കൾക്ക് പേടിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ട വിഷയം. വളരെ വേദനാജനകമായ സംഭവങ്ങളാണ് നമ്മുടെ മക്കളിൽ നിന്നും ഉണ്ടാകുന്നത്, യുവാക്കളിൽ നിന്നും. ലഹരിയുടെ ദുരുപയോഗം സ്കൂളുകളിൽ വെച്ചുകൊണ്ട് കൊടുത്ത് അതങ്ങോട്ട് കയറി, പിന്നെ എന്താണെന്നില്ല അതിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ. അവർ എന്തും ചെയ്യും. സ്വന്തം ഉമ്മയായിട്ട് കാണാത്തൊരവസ്ഥ. ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. പരിശുദ്ധ ഖുർആന്റെ വചനം. ഇതൊക്കെ ശൈത്താന്റെ പ്രവർത്തനമാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. ഫജ്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു മാറി നിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ സമുദായം ഈ നിലക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഖുർആനിനെ മാറ്റി നിർത്തി താന്തോന്നിവാസമാണ് നമ്മൾ വീടുകളിലും അതുപോലെ തന്നെ നാടുകളിലും നമ്മൾ സമൂഹത്തിലും നമ്മൾ കളിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ്, ശിക്ഷ കൂടിക്കൊണ്ടേയിരിക്കും. പരീക്ഷണങ്ങൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കും.
രോഗങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് മോചനം നേടാൻ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സമൂഹത്തിനോ സാധിക്കുകയില്ല. കാരണം നമ്മുടെ മക്കൾ നമ്മളെ അടിമപ്പെടുത്തും. അവർക്ക് താന്തോന്നിവാസം കളിക്കാനുള്ള സൗകര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അവർ മാതാപിതാക്കളെ എന്തും ചെയ്യും എന്നുള്ള ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ ദീനിന്റെ സൗന്ദര്യം അത് എന്താണെന്ന് നമ്മൾ ആസ്വദിക്കണം. ഇതുവരെ നമ്മൾ ആസ്വദിച്ചിട്ടില്ല, അത് ആസ്വദിക്കണം. പരിശുദ്ധമായ റമദാൻ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഷഹറു ഉമ്മത്തി എന്നാണ്. ഈ ഉമ്മത്തിന്റെ മാസമാണ് റമദാൻ മാസം എന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ നന്നാവാൻ വേണ്ടി തയ്യാറാകണം. ഈ നന്നായതൊന്നും പോരാ, നല്ലവണ്ണം നന്നാകണം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിലാകട്ടെ എവിടെയാകട്ടെ യുവാക്കൾ യുവതികൾ ആരെങ്കിലും ലഹരിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങണം. കാരണം ലഹരി നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ ക്രൂരത, ഈ ചെറുപ്പക്കാരൻ ഇത്രയും ക്രൂരത ചെയ്തു, അവനിപ്പോ ജീവിച്ചിട്ടുണ്ട്, അവന് ജീവിക്കാൻ സാധിക്കും? ഒരു കാലത്തും അവന് ജീവിക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ ഹൃദയത്തെ, കൽബിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അവന്റെ മാതാവ്, അവന്റെ ഉപ്പ, അവന്റെ പെങ്ങൾ, അവന്റെ ആങ്ങള, അവന്റെ അനുജൻ, അവന്റെ കുടുംബം. അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ജീവിക്കാൻ സാധിക്കില്ല. ലഹരി കൊണ്ടെത്തിക്കുന്നത് ആ രീതിയിലാണ്. അമലു ശൈത്താൻ, ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്. ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ദയവായി വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്, തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. യഥാർത്ഥ ജീവിതമെന്ന് വിശ്വസിച്ചത് ആരൊക്കെയാണ്? ലഹരിയും പിടിച്ചിങ്ങനെ നടക്കാൻ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ദുനിയാവിലും രക്ഷപ്പെടുകയില്ല, ഖബറിലും രക്ഷപ്പെടുകയില്ല, ആഖിറത്തിലും രക്ഷപ്പെടുകയില്ല. നമ്മുടെ ജീവിതം പരിശുദ്ധമായ ദീൻ പറഞ്ഞ നിലക്കായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം പരിശുദ്ധമായ ദീൻ ഇസ്ലാം. ആ ഇസ്ലാം ദീനിന് ഒരുപാട് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് മാത്രമേ ഈ ലോകത്തും നാളെ ഖബറിലും മഹ്ശറിലും അള്ളാഹു വിജയം നൽകുകയുള്ളൂ. ഇല്ലാത്തവർ മുഴുവനും നഷ്ടത്തിൽ തന്നെയാണ്. അസറിനെ തന്നെയാണ്, ആ സമയത്ത് തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മുഴുവൻ ജനങ്ങളും നഷ്ടത്തിൽ തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മാസം ശഅബാൻ, 2 ദിവസം, ഒരു ദിവസം കൂടി കഴിയുമ്പോൾ റമദാൻ വരികയാണ്. നന്നാവാൻ ഈ ഉമ്മത്തിന് പറ്റിയ ഏറ്റവും നല്ല മാസം. മനസ്സ് തയ്യാറെടുത്ത് റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ, പാപങ്ങളൊക്കെ പാശ്ചാത്തപിച്ച് കരഞ്ഞ കണ്ണുമായി, വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി അള്ളാഹുവിനെ നേരിടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖൽബ് എപ്പോഴും അള്ളാഹുവിലായിരിക്കണം. ഈ പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അതിന് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, വിധികളുണ്ട്, വിലക്കുണ്ട്. താന്തോന്നിവാസത്തിലൂടെ ജീവിക്കാൻ പറ്റൂല. എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം എന്നുള്ള നിലക്കുള്ള ജീവിതം, ആ ജീവിതം ഉലായിക്കൽ എന്നാം, മൃഗങ്ങളെപ്പോലെയാണ്. ബല്ലും മുതൽ അതിനേക്കാൾ അധപ്പതിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. നമ്മൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരല്ല. മൃഗത്തിന് എന്തു ആകാം, അതുപോലെയല്ല മനുഷ്യൻ. അല്ലാഹു വിവേകവും വികാരവും തന്നിട്ടുണ്ട്.
രണ്ടനുഗ്രഹങ്ങൾ. വികാരത്തെ വിവേകം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവർ അവരാണ് മനുഷ്യർ. വെറും വികാരത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അതാർക്കാണ്? അത് മൃഗങ്ങളാണ്. അവർ വികാരം മാത്രമേ അവർ ആലോചിക്കുകയുള്ളൂ. വികാരത്തോടു കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിൽ. അള്ളാഹു തന്ന രണ്ടനുഗ്രഹങ്ങൾ മനുഷ്യന്: വിവേകവും വികാരവും, ബുദ്ധിയും വികാരവും. വികാരത്തെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തണം. അള്ളാഹു തന്ന ബുദ്ധി ആലോചിക്കണം. ഓരോ വിഷയത്തിലും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ നോക്കിപ്പോ നമ്മളിപ്പോ ഇവിടെ ഇരിക്കും, ആകാശം എങ്ങനെയാണ് ആകാശത്തിനെ ഞാൻ നിർത്തിയത്? ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എത്ര ഫില്ലർ ഉണ്ട്? നിങ്ങൾ എണ്ണിക്കോ. 1 2 3 4 5 6 ഫില്ലറുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട് ബീമുണ്ട്. ഒരു 100 ആൾക്ക് നിൽക്കണമെങ്കിൽ 80 ആൾക്ക് നിൽക്കണമെങ്കിൽ എത്ര ഫില്ലർ വേണം? ഇതിലെത്ര തൂണുകളുണ്ട്? ഇത്ര ബീമുകളുണ്ട്. മദ്രസക്ക് ഒരു പന്തല് 1000 ആൾ നിൽക്കുമ്പോൾ ഒരു പന്തലിന് എത്ര തൂണ് വേണം? ആലോചിക്ക് പ്രിയപ്പെട്ടവർ. ആകാശത്തിനെ ഞാൻ എങ്ങനെ നിർത്തപ്പെട്ടു? തൂണ് എവിടെ ഉണ്ട്? ആകാശത്തിന് തൂണുണ്ട. ഓരോ കാര്യത്തിലും അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ അള്ളാഹു മനുഷ്യന് നൽകപ്പെട്ടതാണ്. എന്തിനാണ്? മനുഷ്യന്റെ ബുദ്ധി അള്ളാഹുവിലേക്ക് തിരിയുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കാൻ വേണ്ടി. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ തബാറക, 2-ാമത്തെ ആയത്ത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾക്ക് ഞാൻ ജീവിതവും മരണം തന്നത് നിങ്ങളെ ഞാൻ ശരിക്കും പരിശോധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ വചനം, ഇത് എന്റേതല്ല, അള്ളാഹുവിന്റെ വചനം. ശരിക്കും നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിലോകം അള്ളാഹു നൽകപ്പെടുന്നത്. നിങ്ങളുടെ ബുദ്ധി അള്ളാഹുവിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കേൾക്കുന്ന ശ്വാസം എന്താണ്? അത്ഭുതമല്ലേ? വേറൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. വേറൊന്നും നോക്കണ്ട. നമ്മളുടെ ശരീരം ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് രക്തത്തിന്റെ ബലം കൊണ്ടാണ്. രക്തമില്ലായ്മയുണ്ടാണെങ്കിൽ ഞാൻ ഇവിടെ വീണുപോയി. എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല. എന്റെ കൈ ഇപ്പോൾ പൊങ്ങുന്നത് അള്ളാഹു തന്ന രക്തം, ആ രക്ത ഓട്ടം കൊണ്ടാണ് ഞാൻ ഈ കൈയെ ഉയർത്തിയിരിക്കുന്നത്. രക്തം ഇതിലൂടെ പാസ്സായില്ല എങ്കിൽ ഈ കൈ താനെ താഴെ വീണുപോകും. നോക്കണം നിങ്ങൾ. ഹൃദയം ഒരു ദിവസം ഞാനിപ്പോ സംസാരിക്കുമ്പോ എന്റെ ഹൃദയമിടിപ്പ് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഹൃദയമിടിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അറിയുന്നില്ല. എന്തൊരു തന്ത്രത്തിലാണ് അല്ലാഹു ഇത് സംവിധാനിച്ചിട്ടുള്ളത്? ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശ്വാസം എങ്ങാനും നമ്മൾ കണ്ടവരുണ്ട് ഒരു ശ്വാസം മുട്ട് അനുഭവിക്കുന്നവർ. ICUയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം. മറ്റുള്ളവർക്ക് ശ്വാസം മുട്ടുള്ളവർക്കറിയാം ഒരു ശ്വാസത്തിന്റെ വില. ഒന്ന് നടക്കുമ്പോ, മുകളിലോട്ട് കയറുമ്പോ, ഒരു സ്റ്റെപ്പ് കയറുമ്പോ നിന്നിട്ട് അല്ലാഹ് അല്ലാഹ് നല്ലോണം ഒരു ശ്വാസത്തിന്റെ പ്രയാസം എത്ര കണ്ടു. ഒരു മനുഷ്യൻ 24 മണിക്കൂറിൽ വൈദ്യശാസ്ത്രം പറയുന്നത് അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് 1,00,000 പ്രാവശ്യമാണ് മനുഷ്യൻ ശ്വാസം വിടുന്നതും എടുക്കുന്നതും. നമ്മൾ അറിയുന്നുണ്ട്. ഇന്ന് വരെ നമ്മൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. നമ്മൾ തിരിയണം, അള്ളാഹുവിലേക്ക് തിരിയണം. അൽഹംദുലില്ലാ എന്നുള്ളത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാത്തിൻ്റെയും പരിഹാരമാണ് അള്ളാഹുവിന്റെ ദിക്ർ. അത് പറയാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നമ്മൾക്ക് പറയാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മളെ പ്രത്യക്ഷ ശത്രു എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ ശത്രു അയൽവാസികളൊന്നുമല്ല, മറ്റുള്ള കുടുംബക്കാരോ മറ്റുള്ളവരൊന്നല്ല. നമ്മുടെ ശത്രു നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നത് പ്രത്യക്ഷ ശത്രു നിന്റെ ശത്രുവാണ്, കൂടെ തന്നെ നടക്കുന്നത്, നിന്നെ നല്ലത് ചെയ്യാൻ അനുവദിക്കില്ല. നീ ഒരു അൽഹംദുലില്ലാ പറയാൻ അവൻ അനുവദിക്കില്ല. കാരണം അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ ദിക്റാണ് എല്ലാത്തിന്റെയും പരിഹാരം.
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി വേണോ, സമാധാനം വേണോ, അല്ലാഹുവിനെ ഓർക്കണമെന്നാണ്. അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ ഓർക്കൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ആലോചിച്ചു കൊണ്ടിരിക്കുക. അതൊക്കെ അല്ലാഹുവിന്റെ ദിക്റിൽ പെടും. അല്ലാഹുവിന്റെ ദിക്റിൽ പെടും. ഒരു അൽഹംദുലില്ലാ പറയാൻ 1,00,000 നമുക്ക് അല്ലാഹു തന്ന ശ്വാസം, ആ ശ്വാസത്തിന് ഒരു ഇടതടവില്ലാതെ 24 മണിക്കൂർ അല്ലാഹു തന്നു. പക്ഷേ ഇന്ന് വരെ മനസ്സറിഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ജഗന്യന്താവായ അല്ലാഹുവിന് മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പരാജയം അതാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ രോഗങ്ങൾക്ക് ശിഫ തേടി പോകണ്ട. നമ്മുടെ പ്രയാസത്തിന്റെ പരിഹാരം തേടി പോകണ്ട. കാരണം ഇന്ന് വരെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചായ ജഗന്നന്താവായ അല്ലാഹുവിന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറയാത്ത നമ്മളെ പോലെയുള്ള നന്ദി കെട്ടവരെ അല്ലാഹു ചോറും ഭക്ഷണവും തന്ന് തീറ്റിപ്പോറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലുള്ള തിരിച്ചറിവ് അത് ഏറ്റവും വലിയ സമ്പത്താണ്. ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് അല്ലാഹുവിലുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് എങ്ങാനും ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി. എന്താണ് നന്നായത്? അല്ലാഹുവിലുള്ള തിരിച്ചറിവ് എന്ന് പറയുമ്പോ ഈ കണ്ണ് തന്ന പടച്ചറബ്. എന്തിനാണ് ഈ കണ്ണ് തന്നത്? നല്ലതിനെ കാണാൻ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കാണാൻ. അത് കണ്ടുകൊണ്ട് ഈ നാവ് കൊണ്ട്, അല്ലാഹു തന്ന നാവ് കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കാൻ. ഈ ചെവി എന്തിനാണ് തന്നത്? ഇതൊക്കെ എങ്ങനെയാണ് വരിക? ഇതൊക്കെ വരുന്നത് തിരിച്ചറിവുണ്ടാകുമ്പോൾ, അല്ലാഹുവിന് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ അല്ലാഹു അവയവങ്ങളെ കുറിച്ചുള്ള ബോധം നൽകുകയുള്ളൂ. ഇല്ലാത്തവന് ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ് നബിയെ, അവർ അശ്രദ്ധരാണ്. എങ്ങനെയാണ്? ഉറക്കം നടിക്കുന്നവൻ അവൻ ഉറക്കില്ല, ഉറങ്ങും പോലാക്കുന്ന അവനെ വിളിച്ചാൽ അവൻ വിളി കേൾക്കില്ല. കാരണം അവൻ ഉറക്കം നടിക്കുകയാണ്. ഇതുപോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് അശ്രദ്ധനായി ജീവിക്കുന്നവൻ, അവൻ ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹു നൽകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരം അത് തന്നെയാണ് മഹാത്ഭുതം, അത് തന്നെയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്. ഈ കണ്ണിന്റെ അവസ്ഥ എന്താണ്? ഈ കൈകളുടെ അവസ്ഥ എന്താണ്? ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ചെവിയുടെ അവസ്ഥ എന്താണ്? തലച്ചോറിന്റെ അവസ്ഥ എന്താണ്? നാക്കിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം. ഒരു നാവിൽ അല്ലാഹു ഏതെല്ലാം ടേസ്റ്റുകൾ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു നാവിനെങ്ങാനും ഒരു പനി വന്നു കഴിഞ്ഞാൽ നാവിന്റെ ടേസ്റ്റ് അല്ലാഹു വലിച്ചൂരുന്നു. ആ സമയത്ത് നമ്മൾക്ക് ഒരു ഭക്ഷണവും വേണ്ട. ഈ നാവിൽ എത്ര രുചികളാണ് വെച്ചിട്ടുള്ളത്! അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ആരാണ് തന്നവൻ? എന്തിനാണ് തന്നത്? അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുന്ന ഒരു മനസ്സായിരിക്കും. അങ്ങനെ തിരിയാനുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. റമദാൻ മാസം പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ദിവസവും ഓതിക്കൊണ്ടേയിരിക്കണം. എത്ര ഖത്മൊന്നും നോക്കണ്ട, നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സമാധാനം നമ്മൾക്ക് വേണോ? എനിക്കും നിങ്ങൾക്കും സമാധാനം ആവശ്യമുണ്ടോ? വീടുകളിൽ ആവശ്യമുണ്ടോ? ഖൽബുകളിൽ ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വനുനസ്സില മിനൽ ഖുർആൻ മഅ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന പരിശുദ്ധ ഖുർആൻ എല്ലാ രോഗങ്ങളുടെയും ഒറ്റമൂലി എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആൻ. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസുകൾ എല്ലാം വിട്ടു. ഡോക്ടർമാർ വിട്ടു. വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വരുന്നില്ല. അവർ പറയുന്നൊരു വചനമുണ്ട്. ഏത് ഡോക്ടറും പറയും, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുക. അവസാനം പോകുന്നത് ആരെങ്കിലും അല്ലാഹുവിനെ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു മതി. അല്ലാഹുവിലേക്ക് തിരികെ. ഏതൊരുത്തരും അവസാനം പോകുന്നത് ഓൺലൈൻ ഒറ്റ ലൈനിലേക്കാണ്. ആ ലൈനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഒരൊറ്റ ലൈൻ.
അതേതാണ്? അള്ളാഹുവാണ്. ആ ലൈനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലൈനിലേക്ക് തന്നെ തിരിച്ചു പോകും ഘടികാരം. ആ നിലക്കാണ് അള്ളാഹു ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ആദ്യത്തെ ലോകത്ത് ആലമുൽ അർവാഹ് എന്ന ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് മരിച്ചതും മരിക്കാനിരിക്കുന്നതും ജീവിക്കാനിരിക്കുന്നതും ജീവിച്ചു പോയതും എല്ലാ ആത്മാക്കളെയും ലോകത്ത് ഒരുമിച്ച് കൂട്ടിയ ഒരു ലോകമുണ്ട്. ആലമുൽ അർവാഹ് എന്ന ഒന്നാം ലോകം, ആത്മാവിന്റെ ലോകം. ആ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് മുഴുവൻ ആത്മാക്കളും പറഞ്ഞിട്ടുണ്ട്, നീയാണ് റബ്ബ്. ഈ ഘടികാരം എല്ലാവരിലും ഉണ്ട്. ഇത് ഒറ്റക്ക് തിരിക്കും, ഇത് ഒരേ ലൈനിലേക്ക് പോകും. ഏത് ആളാകട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ. കാരണം അവൻ ആ ലോകത്ത് വെച്ചുകൊണ്ട്, ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്, നീയാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവസാനം അതിലേക്ക് തന്നെ ആ സൂചിക തിരിക്കും. സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹുവിനുള്ള തിരിച്ചറിവ്, ആ ബോധം നമ്മൾക്ക് ഇല്ലാതെയുള്ള ജീവിതം അത് നഷ്ടത്തിൽ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് എന്തും നേടാൻ സാധ്യമല്ല. ഒരു ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിലെത്താനും സാധ്യമല്ല. അല്ലാഹുവിനുള്ള തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് നോമ്പിന്റെ വില മനസ്സിലാക്കുക. എന്താണ് നോമ്പ്, അതിന്റെ സൗന്ദര്യം എന്താണ്, അതിന്റെ സന്ദേശം എന്താണ്, അതുകൊണ്ട് എന്താണ് മനുഷ്യന് പ്രയോജനം എന്നുള്ളത് തിരിച്ചറിവുണ്ടാകുന്നത് അള്ളാഹുവിലുള്ള ബോധമുണ്ടാകുകയാണ്. അതേപോലെ നമ്മൾ നിസ്കരിച്ച നിസ്കാരം, ഇന്ന് ഇശാ നിസ്കരിച്ചവരുണ്ട്. ഇശാ നമ്മൾ നിസ്കരിച്ചു, ശരിയാണ്. പക്ഷേ ആ നിസ്കാരം ശരിക്കുള്ള നിസ്കാരമായിരുന്നു? അല്ല, ശരിക്കുമുള്ള നിസ്കാരമായിരുന്നു. നമ്മൾ കൈകെട്ടി അല്ലാഹു അക്ബർ എന്നുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ ഊരിത്തിരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ മനസ്സിനെ അല്ലാഹുവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിലുള്ള തിരിച്ചറിവ്, ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് വിലയുണ്ട്. അങ്ങനെ എല്ലാ ചെയ്യുന്ന അമലുകൾ മുഴുവനും തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിന് മധുരമുണ്ടാകുന്നു. തിരിച്ചറിവില്ലാതിരിക്കുമ്പോൾ അത് നിഷ്ഫലമാകുന്നു, പ്രയോജനമില്ലാതെയാകുന്നു. ഇങ്ങനെ പ്രയോജനമില്ലാതെ ആകുന്ന അമലുകളുമായി പെരടിയിൽ വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതിനൊരു പ്രതിഫലവും ഉണ്ടാകുന്നതല്ല. നമ്മൾ മനസ്സിലാക്കണം. പ്രതിഫലം ഉണ്ടാകുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള തിരിച്ചറിവ് കൊണ്ടുള്ള അമലുകൾ ചെയ്യുമ്പോൾ എന്നെ അള്ളാഹു കാണുന്നു. ഇഹ്സാൻ എന്ന് പറയും. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാം എന്നത് അടിത്തറയാണ്. ഇഹ്സാൻ എന്നുള്ളത് എന്താണ്? മതിൽക്കെട്ടുകളാണ്. ഈമാൻ എന്നുള്ളത് മതിൽക്കെട്ടാണ്. ഇഹ്സാൻ എന്നുള്ളത് മേൽക്കൂരയാണ്. ഇതിന്റെ ഉള്ളിലായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും സത്യവിശ്വാസിനിയുടെയും ജീവിതം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിനെ കണ്ടിട്ടില്ല എങ്കിലും എന്റെ രക്ഷിതാവ് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു ബോധം. ഈ ബോധത്തോടു കൂടിയാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നതെങ്കിൽ അത് 100% അത് അല്ലാഹുവിലേക്ക് തന്നെയാണ്. ഇതാണ് നമ്മൾക്ക് കിട്ടാതെ പോയത്. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. ഒന്നും ഉണ്ടാകില്ല. വിചാരണ നാളിൽ നമ്മൾ കൈമലർത്തി പോകും പ്രിയപ്പെട്ടവരെ. കാരണം ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്വതക്ക ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെ പോയി? ഒന്നും കിതാബിൽ കാണുന്നില്ല. അള്ളാഹു തന്ന കിതാബിൽ നന്മയുടെയും തിന്മയുടെയും ഏടുകൾ തരുന്നല്ലേ. ആ ഏടുകൾ നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു നന്മയും കാണുന്നില്ല. അന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല, കൈകടിച്ചിട്ട് കാര്യമില്ല. എന്താണ് സംഭവം? സംഭവം തിരിച്ചറിവില്ലാത്ത അമലുകൾ, അള്ളാഹുവിനുള്ള ബോധമില്ലാത്ത അമലുകൾ. ആ അമലുകളൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ തിരിച്ചറിവുള്ള ബോധത്തോടുകൂടി അള്ളാഹ് എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ്, എന്നെ എന്തിനാണ് പടച്ചറബ് സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ബോധം നമ്മളൊക്കെ മടങ്ങും. തീർച്ചയായും അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നമ്മളെപ്പോലെ ഭാര്യമാരുണ്ടായവരുണ്ട്, മക്കളുണ്ടായവരുണ്ട്. എല്ലാവരും പോകും. എല്ലാവരും പോകും. എവിടത്തേക്ക്?
അള്ളാഹുവിലേക്ക് പോകും. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് തിരിച്ചു. സൃഷ്ടാവ് നമ്മളെ ഇവിടെ പടക്കുമ്പോൾ, നമ്മൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിന് കേടുകളില്ല, നിങ്ങളുടെ ഹൃദയത്തിന് കേടുകളില്ല. പ്രകാശത്തിന്റെ ഹൃദയമായിരുന്നു. ഇതിനെ കറുപ്പിച്ചതാരാണ്? ഇതിനെ ഐക്കുകൾ പുരട്ടിയതാരാണ്? ഇതിനെ കറുപ്പിച്ചതാരാണ്? നമ്മൾ തന്നെയാണ് ഇത് കൊടുക്കേണ്ടത്. ഇത് അമാനത്താണ്. ഇത് അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച ഈ ഹൃദയം, ഇത് അള്ളാഹുലേക്ക് തിരിച്ച് അതേ നിലക്ക് കൊടുക്കണം. അതിനെന്ത് വേണം? അതിന് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമങ്ങളും നിബന്ധനകളും വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണം. ആ ജീവിതത്തിന് മാത്രമേ ഈമാനിന്റെ സൗന്ദര്യം ലഭിക്കുകയുള്ളൂ. ഇല്ലാത്ത ജീവിതത്തിന്റെ ഈമാനിന്റെ സൗന്ദര്യം ലഭിക്കില്ല. ഈമാനിന്റെ സൗന്ദര്യം, ഈമാനിന്റെ മാധുര്യം എന്നുള്ളത് ഒരു അമല് നമ്മൾ ചെയ്താൽ, ഒരു നിസ്കാരം നമ്മൾ അള്ളാഹുവിലുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നിസ്കരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കാൻ കൊതിക്കുന്ന, അതാണ് ഈമാനിന്റെ മാധുര്യം. ഒരു സദഖ കൊടുത്തു കഴിഞ്ഞാൽ, അത് തിരിച്ചറിവോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കാമെന്ന് തോന്നുന്ന ഒരു മനസ്സ്, അതാണ് ഈമാനിന്റെ മാധുര്യം. ആ ഈമാനിന്റെ മാധുര്യത്തോടു കൂടി നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ നന്മകൾ ആ രീതിയിലാക്കണം. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മളൊക്കെ നന്നാകണം, ഖൽബ് ശുദ്ധിയാക്കണം. പ്രിയപ്പെട്ടവരെ, ഖൽബ് ശുദ്ധിയില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല. ഇജാ റബ്ബഹു ബിഖൽബിൻ സലീം, സലീമായ ഖൽബിന് മാത്രമേ അള്ളാഹുവിലുള്ള കണ്ടുമുട്ടാൻ സാധിക്കൂ. അല്ലാത്തവർക്കൊന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല. ഈ സലീമായ ഖൽബ് നേടിയെടുക്കണം. അതിന് പാശ്ചാത്തപിച്ച് നല്ലവണ്ണം കല്ലുപോലെ പാറ പോലെ ഉറച്ച ഹൃദയത്തെ തച്ചുടക്കിക്കൊണ്ട് കണ്ണുനീരോടുകൂടി ഒറ്റക്കിരുന്ന് ഓരോ വിഷയത്തിനെ കുറിച്ച്, ഞാൻ ചെയ്ത പാപങ്ങൾ, തെറ്റുകൾ, തെറ്റിന്റെ കൂമ്പാരങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ട് പാതിരാത്രിയുടെ സമയത്ത് കൂരാക്കൂരിരട്ടിൽ റൂമിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കീഴടപ്പിക്കണം, പശ്ചാത്തപിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പുറത്തുവരും, അള്ളാഹു കൃപയുള്ളവരാണ്, അള്ളാഹു റഹ്മത്തുള്ളവരാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു പുറത്തുവരും. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നന്നാവാൻ വേണ്ടി ഈ സമയം, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കണം. നന്നാവണം. ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ട് ഇനി ആ തെറ്റിലേക്ക് ഒരു കാലത്തും തിരിച്ച് മടങ്ങി വരില്ല, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയായിരിക്കണം ഈ മജ്‌ലിസിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, അല്ലാഹു അതിനുള്ള അവസരങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. നല്ലവണ്ണം ഈ റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖൽബിന്റെ എല്ലാ കറകളെയും മായ്ച്ചു കളയുന്ന ഒരു റമദാൻ മാസമാക്കി അല്ലാഹു നമ്മിൽ നിന്ന് ഈ മാസത്തെ സ്വീകരിക്കുമാറാകട്ടെ. അതിന് എല്ലാവരും റമദാൻ മുന്നൊരുക്കും എന്നുള്ള നിലക്ക് ഈ സമയം നമ്മൾ തയ്യാറെടുക്കണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു സെക്കൻഡ് പോലും കളയാതെ, സമയം കളയാതെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അനാവശ്യമായ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സമയം കളയാതെ കൂടുതലും ഇബാദത്തുകളിലാക്കി ആ മാസത്തിൽ കിട്ടിയ അനുഭൂതികൾ, ഈമാന്റെ മാധുര്യം മറ്റുള്ള മാസങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.